പേടിക്കണ്ട, ചെറുതായിട്ട് ആർത്തി തലക്കി പിടിച്ച് കൈ പൊള്ളിയതാണ്. ബൈ ദ ബൈ, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഈ വഴിക്കൊക്കെ ഒന്ന് വന്നിട്ട് ഏതാണ്ട് ഒരു മാസമായിട്ടുണ്ടാവും. അപ്പൊ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആണ്. ഒരു കിണ്ണം ചോറ് വടിച്ച് കഴിക്കാനുള്ള നല്ലൊരു അടിപൊളി മുട്ട റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം നല്ല ചൂടായ പാനിലോട്ട് 1 ടീസ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. അത് ചൂടായി വരുമ്പോഴത്തേനും ഒരു ചെറിയ സൈസ് ഉള്ളി അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കിച്ചൺ മൊത്തം സുഗന്ധത്തിന്റെ കൊട്ടാരമായി മാറും ഗൈസ്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം അതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ചേർത്ത് കൊളാക്കേണ്ട. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല അത്രയും മതി. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടാ. എന്റെ ശ്വാസമൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പ്രോസസ്സ് അല്ലേ, നമ്മൾ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ക്രാഫ്റ്റും ആർട്ടും മാത്രമല്ല എനിക്കിഷ്ടമുള്ള പണി ഇതാ. ഈ ഒരു സംഭവം കൂടി ഞാൻ ടാലന്റഡ് ആണ് എന്നുള്ളത്. ഉദ്ദേശിച്ചത് ആർത്തിയല്ല, കുക്കിംഗ് ആണ്. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഉണ്ടാക്കിയതാണെങ്കിലും ഇത് വീട്ടിൽ ഒരാൾ പോലും ചോറിൻ്റെ ഒപ്പം കഴിച്ചിട്ടില്ല. എല്ലാവരും വെറുതെ കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ പാനിൽ കുറച്ച് ചോറിട്ട് ചോറൊക്കെ അങ്ങോട്ട് തിരുമ്പി അങ്ങോട്ട് കഴിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊക്കെ വേറെ തന്നെ സുഖമാണ്. അപ്പോൾ സബ്സ്ക്രൈബ്.